10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അതിനെപ്പറ്റി പഠിക്കുന്തോറും നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരും, അതിനോട് ഇഷ്ടമായിട്ട് വരും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷെ പിന്നെ നമുക്കത് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു ബ്രാഞ്ചായിട്ട് മാറും. അപ്പോൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കാണുന്നത് നമുക്ക് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ ഫോട്ടോസും പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജെന്നിഫർ ഏഡോയാണ് ഇമ്മാനുവൽ ചാർപ്പൻ്റർ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകിയ രണ്ടാൾക്കാരാണ്. അവർ കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയാണ് ക്രിസ്പർ കാസ്9. അതായത് ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഈ ക്രിസ്പർ കാസ്9. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിൽ DNA മാറ്റിയെടുക്കും. അതായത് നമ്മളെ ജീനിൽ വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ട പോലെയുള്ള ഒരു DNA ആക്കി അതിനെ മാറ്റും. എവിടേക്കാണ് ഇത് മെയിനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ജെനറ്റിക് ഡിസീസ് ഒക്കെ ഉള്ള ആൾ, അതായത് ഓൾറെഡി എന്തെങ്കിലും എററുള്ള ജീനുള്ള ഒരാൾക്ക് വരുന്ന ഡിസീസുകളെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ആ ജീനിലുള്ള എറർ അല്ലെങ്കിൽ ആ ജീനിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്രിസ്പർ കാസ്9 എന്ന് പറഞ്ഞ ടെക്നോളജി ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതേപോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ, പിന്നെ നമുക്ക് ആവശ്യം പോലെയുള്ള ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നല്ല ഇനം ക്രോപ്സുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഈൽഡ് തരുന്ന, നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, നല്ല ബെറ്റർ ആയിട്ടുള്ള ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഡിസീസുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റായിട്ടോ ഒക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്സിന്, അതായത് ഏതെങ്കിലും ഒരു ചെടി ഒരു തരത്തിലുള്ള പെസ്റ്റിന് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആണ്, എപ്പോഴും ഇങ്ങനെ ആ പെസ്റ്റിന് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, അതേപോലെ എന്തെങ്കിലും ഒരു പ്രത്യേക ഡിസീസ് പെട്ടെന്ന് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്സിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടെക്നോളജീനെ കൊണ്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവാം. ആദ്യത്തേതാണ് ലൊക്കേഷൻ ഓഫ് DNA. DNA എവിടെയാണ് ലൊക്കേറ്റഡ് എന്ന് എല്ലാവർക്കും അറിയാം. സെല്ലിലെ ന്യൂക്ലിയസിലാണ്, ക്രോമസോമിലാണ് DNA ഉള്ളത്. ഈ DNA ഇങ്ങനെ ചുറ്റി വരിഞ്ഞാണ് നമ്മൾ ക്രോമസോം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ DNA is located in the nucleus of the eukaryotic cell. It is organized in the structures called chromosomes. പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ള സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിച്ചത് ആരാണ്? DNA കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ് ചെയ്ത എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് DNA പറയുകയാണെങ്കിൽ DNA ബാക്ക് ബോൺ ഈസ് മെയ്ഡപ്പ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസ് കൊണ്ടുമാണ്. ഓക്കെ, അപ്പോൾ DNA സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രജൻ ബേസസ് ആണ്. DNAക്ക് എന്താണ്, രണ്ട് ലോങ് സ്ട്രാൻഡ്സ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അതാണ് ഡബിൾ ഹെലിക്കൽ എന്ന് പറയുന്നതിന് കാരണം രണ്ട് സ്ട്രാൻഡ്സ് ഉള്ളതുകൊണ്ടാണ്. ഹെലിക്കൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഒരു സ്പൈറൽ ഷേപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പൊക്കെ പോലെ, അങ്ങനെ ഹെലിക്കൽ ഷേപ്പിലാണ് DNA കാണുന്നത്. DNAക്ക് രണ്ട് സ്ട്രാൻഡ്സ് ആണുള്ളത്. രണ്ട് സ്ട്രാൻഡ്സും എന്താണ്, ട്വിസ്റ്റഡ് ഈച്ച് അതർ എന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ അതേപോലെ ഒരു സ്റ്റെപ്പ് പോലെ, ഒരു ലാഡർ പോലെ, ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാഡർ പോലെയാണ് DNA സ്ട്രക്ചർ കാണപ്പെടുന്നത്. ഒരു സ്പൈറൽ ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DNA ഹാസ് 2 ലോങ് സ്ട്രാൻഡ്സ്, രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ട്, ട്വിസ്റ്റഡ് അറൗണ്ട് ഈച്ച് അതർ, ആൻറ്റി പാരലൽ ആണ്. അതായത് ഒരു സ്ട്രാൻഡ്, ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. അതായത് ഒരു സ്ട്രാൻഡ് 3' to 5' ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡ് എന്താണ്, 5' to 3'. അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതാണ് എന്ത് പറയുന്നത്, ആൻറ്റി പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓരോ DNAയും ഓരോ ചെറിയ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. DNA ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. അതായത് കുറേ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ഒരു DNA സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. ന്യൂക്ലിയോടൈഡിൻ്റെ ഡയഗ്രാം മാർക്ക് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അത് ഓർമ്മിച്ച് വെക്കാൻ ഞാനൊരു ഈസി ട്രിക്ക് പറയാം. അതായത് മേലോട്ട് ഇങ്ങനെ കൈ പൊന്തിച്ച് പോസ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ്, അതായത് P എന്നുള്ള അർത്ഥത്തിൽ, അതായത് പോസിൻ്റെ Pയും ഫോസ്ഫേറ്റിൻ്റെ Pയും. അപ്പം ഇത് ഫോസ്ഫേറ്റ്, ഇത് ഷുഗർ മോളിക്യൂള്, ഇത് നൈട്രജൻ ബേസ്. ഷുഗറിൻ്റെത് ആലോചിക്കാനാണെങ്കിൽ ഷുഗറിൻ്റെ സ്ട്രക്ചർ ഒരു വീട് പോലെയല്ലേ. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, വീട്ടിലെല്ലാവർക്കും ഷുഗറാണ്. ഓക്കെ, ഇത് ന്യൂക്ലിയോടൈഡ്, അത് നിങ്ങൾ ആലോചിക്കണം.
ഇതെന്തായാലും എക്സാമിന് ചോദിക്കണതാണ്, ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇട്ട് ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇത് ഫോസ്ഫേറ്റ് ആണ്, ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഈ 2 ന്യൂക്ലിയോടൈഡിനെ ലിങ്ക് ചെയ്യുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അത് ഈ ന്യൂക്ലിയോടൈഡിനെ ലിങ്ക് ചെയ്യുന്ന ആളാരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. DNA കാര്യത്തിൽ ഷുഗർ മോളിക്യൂൾ ഡിയോക്സി റൈബോസ് ആണ്, RNAക്ക് അത് റൈബോസ് ആണ്. ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിയോക്സി റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് എന്താണെന്നാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ് നൈട്രജൻ ബേസസ്. അതായത് നമ്മളിപ്പോൾ പറയുമ്പം ഈ ഒരു ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഓരോ മോളിക്യൂളുകളാണ്. അതായത് ഒരു DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ മോളിക്യൂളാണ്. നമ്മളെ സെല്ല് ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് മോളിക്യൂൾസ്, ഷുഗർ, ഫാറ്റ്, ലിപ്പിഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മോളിക്യൂൾസ് കൊണ്ടാണ് നമ്മളെ സെല്ലുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ DNA ഉണ്ടാക്കുന്നത് ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ് എന്നൊക്കെ പറയുന്ന മോളിക്യൂളുകൾ കൊണ്ടാണ്. അപ്പോൾ നൈട്രജൻ ബേസ് എന്താണ്? ഒരു മോളിക്യൂളാണ്. അതിൽ നൈട്രജൻ ഉണ്ട്, ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്. നൈട്രജൻ ബേസസ് DNA-യിലും ഉണ്ട്, RNA-യിലും ഉണ്ട്. പിന്നെ പാരൻസ് എന്നുള്ള ജനറ്റിക് ഇൻഫോർമേഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നത് ഈ ബേസ് പെയർസ് ആണ്. DNA-യിലെ നൈട്രജൻ ബേസസ് 4 ടൈപ്പാണ്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ എപ്പോഴും തൈമിനായിട്ടാണ് ബോണ്ട് ചെയ്യുക, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ടാണ് ബോണ്ട് ചെയ്യുക. അഡിനിൻ 2 ഹൈഡ്രജൻ ബോണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്വാനിൻ അവിടെ 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. അഡിനിനിൽ A ഉണ്ട്, എയിൽ ആദ്യത്തേത് എന്തായിരിക്കും? 2 ബോണ്ട്. ഗ്വാനിനിലോ പിന്നെ വരുന്നതാണ് ഗ്വാനിൻ, അതിൽ 3 ബോണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി, എത്ര ബോണ്ട് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞു ഫോസ്ഫേറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗെദർ. അതായത് 2 ന്യൂക്ലിയോടൈഡ്സിനെ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യാനാണ് ഫോസ്ഫേറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പറയുന്ന ടോപ്പിക് സൈസ് ഓഫ് DNA അല്ലെങ്കിൽ പാക്കേജിങ് ഓഫ് DNA. ലെങ്ത് ഓഫ് DNA പറയുകയാണെങ്കിൽ 2 മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു DNA എങ്ങനെ നമ്മളെ കുഞ്ഞു ന്യൂക്ലിയസിൽ ഉൾക്കൊണ്ടു എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള ആൻസറാണ് പാക്കേജിങ് ഓഫ് DNA. അപ്പോൾ ഈ DNA നമ്മൾ എന്ത് ചെയ്യും? ഈ DNA ഇങ്ങനെ കോയിൽ ചെയ്തിട്ട് ഒരു ക്രോമസോമിൻ്റെ ഫോമിലാക്കിയിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിൽ പാക്കാക്കി വെക്കുന്നത്. ഇതുപോലെ എത്ര ക്രോമസോമുകളുണ്ട്? 23 പെയർ ഓഫ് ക്രോമസോമുകൾ ഒരു ന്യൂക്ലിയസിൽ കാണുന്നുണ്ട്. ക്രോമസോം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഹിസ്റ്റോൺ പ്രോട്ടീനും DNA. ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഈ DNAയും കൂടെ ഒരുമിച്ച് ചേർന്ന് കോയിൽ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ക്രോമസോം ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ടേമാണ് ഹിസ്റ്റോൺ ഒക്ടാമർ, രണ്ടാമത്തെ ടേമാണ് ന്യൂക്ലിയോസോം. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എല്ലാം കൂടെ 8 പ്രോട്ടീൻസ് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ട എന്ന് പറഞ്ഞാൽ 8 എന്നാണല്ലോ മീനിങ്. അപ്പം 8 പ്രോട്ടീൻസ് ജോയിൻസ് ടു ഫോം എ ഹിസ്റ്റോൺ ഒക്ടാമർ. അങ്ങനെ പറഞ്ഞാൽ മതി ഹിസ്റ്റോൺ ഒക്ടാമർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ. ഇനി ന്യൂക്ലിയോസോം എന്താണ്? ന്യൂക്ലിയോസോംസ് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഈ DNA എന്ത് ചെയ്യും? ഇങ്ങനെ റാപ്പ് ചെയ്ത് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. DNA strands winds around this octamer to form a structure called nucleosome. വൈൻസ് അറൗണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, റാപ്പ് അറൗണ്ട് എന്നൊക്കെ പറയാം. ഇനി പറയുന്ന ഒരു ടേം ക്രോമാറ്റിൻ റെറ്റിക്കുലം. അതായത് ഒരു നെറ്റ്വർക്ക് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ്റെയും DNA-ൻ്റെയും ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ DNA എന്ത് ചെയ്യാണ്? കോയിൽ ചെയ്ത് സൂപ്പർ കോയിൽ ചെയ്തിട്ട് നന്നായിട്ട് കണ്ടൻസ്ഡ് ആയിട്ട് ക്രോമസോം ആകും. അതിനാണ് നമ്മൾ പാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ളത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ക്രോമസോം എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ഓഫ് ന്യൂമറസ് ന്യൂക്ലിയോസോം. ഇങ്ങനത്തെ ന്യൂക്ലിയോസോമിൻ്റെ പാക്കിങ്ങും അതേപോലെ കോയിലിങ്ങും സൂപ്പർ കോയിലിങ്ങും ചെയ്തിട്ടാണ് ക്രോമസോം ഉണ്ടാകുന്നത്. ഇനി പറയാനുള്ളത് ക്രോമാറ്റിഡ്സ് എന്താണെന്നാണ്. സെൽ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ, അതായത് നമുക്ക് ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ ശരീരത്തിൽ, അല്ലേ? അപ്പോൾ ഒരു സെല്ല് അടുത്ത സെല്ലാകുമ്പോൾ ആദ്യത്തെ സെല്ലിലുള്ള എല്ലാ ക്രോമസോമും അതേപോലെ അടുത്ത സെല്ലിലേക്കും പോകണം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈഗോട്ട് അതായത് ഫസ്റ്റ് നമ്മൾ ഫോം ചെയ്യുന്ന എഗ്ഗും സ്പേമും കൂടെ ഫോം ചെയ്യുന്ന സൈഗോട്ടിലുള്ള 46 ക്രോമസോംസ് അത് തന്നെയാണ് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമ്മളെ ബോഡിയിലെ എല്ലാ സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ്? ഇതേ ക്രോമസോംസുകൾ തന്നെയാണ് നമ്മളെ ബോഡിയിലുള്ള എല്ലാ സെല്ലും ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ല് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ഈ 46 ക്രോമസോംസ് അതുപോലെ തന്നെ ഈ സെല്ലിലേക്ക് പോകണം, ഈ സെല്ലിലേക്ക് പോകണം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേഷൻ നടക്കും, കോപ്പിയിങ് നടക്കും. ഓക്കെ, അങ്ങനെ കോപ്പി ചെയ്യുമ്പം ഇതൊരു ക്രോമസോം ആണെങ്കിൽ അതിനെ അതേപോലെയുള്ള ഒരു ക്രോമസോം ഇവിടെ നമ്മൾ കോപ്പി ചെയ്തുണ്ടാക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും, സെയിം ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഹ്യൂമൻ ക്രോമസോംസിനെ പറ്റിയാണ്. സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉള്ളത്. സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 22 പെയർ ഓഫ് ക്രോമസോംസ് ആണ് നമുക്ക് സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഒരു പെയറാണ് നമ്മൾ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. സെക്സ് ക്രോമസോംസ് എന്താണെന്നറിയാലോ? XXും XYയും. ബാക്കിയുള്ള 22 പെയർ എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. അപ്പോൾ ഈ സൊമാറ്റിക് ക്രോമസോംസിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും, നമ്മളെ എല്ലാ ഇൻഫോർമേഷൻസും അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ അച്ഛനിൽ അമ്മയിൽ നിന്നും വന്നിട്ടുള്ള 23 പെയറിൽ 22 പെയറുകളെയാണ് നമ്മൾ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത്. ഈ ക്രോമസോംസുകളിലാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും, നമ്മുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കണം, നമ്മുടെ മെറ്റബോളിസം എങ്ങനെയായിരിക്കണം എന്നുള്ള എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള കറക്റ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ ആ ജീനിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ ബോഡി ഗ്രോത്ത് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളെ ഹൈറ്റ്, ഐ കളറ്, സ്കിൻ കളറ്, സ്കിൻ ടൈപ്പ് എല്ലാം. പിന്നെന്താണ് നമ്മളെ ഗ്രോത്ത് എങ്ങനെ നടക്കണം, നമ്മുടെ ഉള്ളിലെ മെറ്റബോളിസം എങ്ങനെ നടക്കണം, പിന്നെ നമ്മളെ സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യും അവർ. പിന്നെ ഹോമോലോഗസ് ക്രോമസോംസ്, അത് നമ്മൾ പറഞ്ഞല്ലോ, അതെന്താണ്? ഇത് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ക്രോമസോംസ് ആയിരിക്കും അവർ. ഈ പേരിൽ ഒന്ന് അച്ഛനിൽ നിന്ന് വന്നതും ഒന്ന് അമ്മയിൽ നിന്നും വന്നതായിരിക്കാം. ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസ് ആണ്. വൺ ഓഫ് ദീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് അതർ ഫ്രം ദ ഫാദർ. ഐഡന്റിക്കൽ എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ഇതിൽ ജീൻ പൊസിഷൻസും കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും അവർക്ക്. ഇപ്പൊ ഈ ക്രോമസോമിന്റെ ഹെയർ കളറിന് ജീൻ ഇവിടെയാണ് ഇരിക്കുന്നെങ്കിൽ ഈ ക്രോമസോമിന്റെ ഹെയർ കളറിന് ജീൻ ഒരേ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് അതിന്റെ ഐഡന്റിക്കൽ ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സെക്സ് ക്രോമസോംസ് നമുക്കറിയാം. സെക്സ് ക്രോമസോം XY ആണെങ്കിൽ മെയില്, XX ആണെങ്കിൽ ഫീമെയില്. Y ക്രോമസോംസിന് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ X ക്രോമസോമിനെക്കാട്ടിലും സ്മോളർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹോമോലോഗസ് എന്ന് വിളിക്കാത്തത്, ഒരേപോലെ അല്ല. ഓക്കെ, സെക്സ് ക്രോമസോമിന്റെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അതായത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ നമ്മളെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സെക്ഷൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതിലൊക്കെ കൺട്രോൾ അവർക്കാണുള്ളത്. SRY ജീൻ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ മെയിൽസിലെ ടെസ്റ്റിസ് ഉണ്ടാവാനുള്ളതിന്റെ ജീന് എവിടെയാണുള്ളത്? ഈ ഒരു സെക്സ് ക്രോമസോമിലാണ്. SRY ജീൻ എന്നാണ് അതിന് പറയുന്നത്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. അതായത് എഗ്, സ്പേം ഒക്കെ ഉണ്ടാവാനുള്ളതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ അവർക്ക് ഉണ്ട്. ഇനി പറയുന്നത് ഡിഫറെൻറ്റ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അപ്പാർട്ട് ഫ്രം നോർമൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെ നോർമൽ ആയിട്ടുള്ള ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ഹ്യൂമൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഫിസിക്കലായിട്ട് മെൻ്റൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലൊക്കെ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാകും. അതിൽ 4 ടൈപ്പാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ടേണർ സിൻഡ്രം, ഒന്ന് ലെൻഫിൽട്ടർ സിൻഡ്രം. ടേണർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഫീമെയിൽ ആണ്. ആദ്യം നമുക്ക് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നോക്കാം. 44+X0 ആണ്. അതായത് ഇവിടെ ഒരു X ക്രോമസോം കുറവാണ്. അപ്പൊ ഫീമെയിൽസ് വിത്ത് എന്തായിരിക്കും? ലോ ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവർക്ക്, അല്ലെ? അപ്പൊ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകാം, പക്ഷെ ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദെയർ അഡോളസൻസ് ഭയങ്കര കുറവായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതായത് അഡോളസൻസ് പീരീഡിൽ അവർക്ക് ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അങ്ങനെ ഡെവലപ്പായി കാണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു X ക്രോമസോം ആണ് കുറവ്. ടേണർ സിൻഡ്രം എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽസ് ആണ്. അവർക്ക് എന്താണ്, അഡോളസൻസിന്റെ പീരീഡിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ കാണുന്നുണ്ടാകൂല. ഒരു X ക്രോമസോംസ് കുറവാണ്. ഓക്കെ, ഇത് ഓർക്കാനാണെങ്കിൽ ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം. ടേൺ എന്ന് പറയുമ്പോൾ, അപ്പം ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ അല്ലേ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നേ. അപ്പൊ ടേൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു ഫീമെയിൽ ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? മേ നോട്ട് ഡെവലപ്പ് മച്ച് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അത്ര സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. അതായത് ഒരു X കുറവായിരിക്കും. ഇനി ലൈൻ ഫിൽട്ടർ സിൻഡ്രം. ലൈൻ ഫിൽട്ടർ സിൻഡ്രം എന്താണ്? 44+XXY. അതായത് ഒരു X കൂടുതലാണ്. അതായത് മെയിൽസ് വിത്ത് എ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇത് മെയിൽ ആണ്, അതായത് XY ഉണ്ട്, അപ്പോൾ ഒരു X കൂടുതലാണ്. അപ്പോൾ എന്താണ്? മെയിൽസ് വിത്ത്
female characteristics. Males with Klinefelter syndrome may have a male sex organs, but they may also exhibit female characteristics. അതായത് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും അവർ കാണിക്കാം, മെയിൽ സെക്സ് ഓർഗൻസ് ആണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇത് രണ്ടും ഓർത്തല്ലോ. ടേണർ സിൻഡ്രോം, ലൈൻഫിൽട്ടർ സിൻഡ്രോം മറക്കില്ലല്ലോ. ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പം X0 ആണ്, ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുമ്പം XXY ആണ്. ഇവിടെ ഒരു X കൂടുതലാണ്, ഇവിടെ ഒരു X കുറവാണ്. ഇനി രണ്ട് ടൈപ്പ് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് 44+XXX. ഫീമെയിൽസ് വിത്ത് 3X ക്രോമസോം, ദേ ഹാവ് XXX സിൻഡ്രോം. XXX സിൻഡ്രോം അതായത് ഒരു X കൂടുതലാണ്, അപ്പോൾ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ പറയുന്നതാണ് 44+XYY, അതായത് മെയിൽസ് വിത്ത് 1X ക്രോമസോംസ് ആൻഡ് 2Y ക്രോമസോംസ്, ദേ ഹാവ് XYY സിൻഡ്രോം. അതായത് ഇവിടെ മെയിൽസിൽ എന്താണ്, ഒരു Y ക്രോമസോംസ് കൂടുതലാണ്, ദേ ഹാവ് XYY സിൻഡ്രോം. മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണം ഇതാണ്, ഇത് എന്തായാലും പഠിച്ചിരിക്കാം. അടുത്തത് നമ്മൾ പോകുന്നത് ജീനാണ്. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻ എന്ന് പറഞ്ഞാൽ DNA ഒരു ചെറിയ പോർഷൻ, ഇതൊരു ചെറിയ പോർഷൻ ആണെങ്കിൽ വിച്ച് കൺട്രോൾ ഫോർ എ സ്പെസിഫിക് ക്യാരക്ടർ. അതായത് നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുന്നത് മൊത്തം ഇൻഫർമേഷൻസ് ആണ് അല്ലേ. അതായത് എന്തിനൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടാവാം, കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ അതിൽ ഒരൊറ്റ സിംഗിൾ ഇൻഫർമേഷൻസ്, എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐ കളർ അല്ലെങ്കിൽ ഹൈറ്റിനുള്ള ജീന്, അങ്ങനെ എന്തെങ്കിലും ഒരൊറ്റ സ്പെസിഫിക് ട്രേറ്റ് കാണിക്കുന്നതാണ് എന്ത്, ജീന്. ഓക്കെ, ഇവിടെ വായിക്കാം വാട്ട് ഈസ് ജീൻ. ജീൻ എന്ന് പറയുന്നത് എന്താ, ഒരു സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അതായത് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ATGCCA, ഇതൊരു സ്പെസിഫിക് സീക്വൻസ് ആണെങ്കിൽ ഇതിലെന്താണ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ക്യാരി ചെയ്യുന്നത്, എന്തെങ്കിലും ഒരൊറ്റ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള, നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ട്രേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്, നമ്മളെ ഹെയർ കളറ്, ഐ കളറ്, ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ജീൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ന്യൂക്ലിയോടൈഡ്സിലെ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. ജീൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA അല്ലേ. ജീനിന് വേണമെങ്കിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അത് DNA നമ്മളൊരു റെസിപ്പി ബുക്കാക്കി എടുക്കുകയാണെങ്കിൽ, റെസിപ്പി ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാവും അല്ലേ, കുറേ റെസിപ്പീസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 റെസിപ്പീസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ DNA നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ഒരുപാട് ജീനുകൾ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരൊറ്റ റെസിപ്പീനെ നമുക്ക് എന്താക്കി മാറ്റാം, ഒരു ജീനാണെങ്കിൽ ഒറ്റ റെസിപ്പി ഒരു ജീന്, അങ്ങനെയാക്കി നമുക്ക് കമ്പയർ ചെയ്ത് വെക്കാം. അങ്ങനെയാണ് എന്താണ്, ഈ ഒരൊറ്റ റെസിപ്പിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആ ഒരു സിംഗിൾ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമോ. എക്സാമ്പിൾ ചിക്കൻ കറി ആണെങ്കിൽ ആ ഒരു സിമ്പിൾ ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ജീനും എന്താണ്, സ്പെസിഫിക് ആണ്. ഈ ജീനിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനാണ് ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ രണ്ടാമത്തെ വേറൊരു റെസിപ്പി ആണെങ്കിൽ എന്താ, അത് വേറൊരു ജീനാണ്. അപ്പോൾ അതെന്താണ്, സ്പെസിഫിക് ആണ്. ആ ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീനെ ആ ജീനിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ DNA ഒരു റെസിപ്പി ബുക്കാക്കി കണക്കാക്കുകയാണെങ്കിൽ അതിലൊരൊറ്റ റെസിപ്പി എന്താണ്, ഒറ്റ ജീനാണെങ്കിൽ ആ ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് ഒരൊറ്റ ഡിഷേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ജീനിനെ കൊണ്ട് നമുക്ക് ഒരൊറ്റ സ്പെസിഫിക് പ്രോട്ടീനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ജീനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതേപോലെ നമ്മൾ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നത് RNA. RNA എന്ന് പറയുമ്പം സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA എന്തായിരുന്നു, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA എന്ന് പറഞ്ഞാൽ എന്താ, DNA പോലെ തന്നെയുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. അതിന് സ്ട്രക്ചർ ഓഫ് RNA പറയാൻ എന്താണ്, ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഇവിടെ ഷുഗർ എന്താണ്, റൈബോസ് ആണ്. അവിടെ ഡിയോക്സി റൈബോസ് ആയിരുന്നു. പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രജനസ് ബേസ് ഉണ്ട്. നൈട്രജനസ് ബേസിൽ എന്താണ്, ഇവിടെ തൈമിന് പകരം യൂറാസിലാണ് ഉള്ളത്. ഓക്കെ, തൈമിന് പകരം യൂറാസിലാണ് RNAയിൽ കാണുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോട്ടീൻ സിന്തസിസ്. അതായത് ഈ ജീനിൽ നിന്ന് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ ഉണ്ടായിട്ടാണ് നമ്മളെ ബോഡിയിലെ പല കാര്യങ്ങളും, മെറ്റബോളിസം ആയാലും പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാകുന്നു, പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെ നടക്കുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 സ്റ്റെപ്സുകളുണ്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജീനിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നതാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ എന്താണ്, ഈ mRNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം
ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പറയാം. mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. അതായത് സ്പെസിഫിക് ആണ് ആൾ. അതായത് ഏതെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ mRNA ഉണ്ടാവുള്ളൂ, അതിൻ്റെ തന്നെ പ്രോട്ടീനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് മാറുന്നതിനനുസരിച്ച് അതിൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീനുകളും അതിൽ നിന്നുണ്ടാവുന്ന mRNA ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. mRNA എന്ത് ചെയ്യും? ഈ DNA എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് mRNA ക്യാരി ചെയ്യും. എന്നിട്ട് ഈ mRNA പിന്നെ പോകുന്നത് എങ്ങോട്ടാ? സൈറ്റോപ്ലാസത്തിലേക്കാണ്. സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? റൈബോസോം ഉണ്ട്. ഈ റൈബോസോം എന്ത് ചെയ്യും? ഈ mRNAനെ റീഡ് ചെയ്യും. ഈ mRNAയിൽ അടങ്ങിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡുകളെ ആര് കൊണ്ടുവരും? ഈ tRNA കൊണ്ടുവരും. tRNA കൊണ്ടുവന്ന് ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ ചെയിനുകൾ ഉണ്ടാക്കും. അങ്ങനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൈബോസോമാണ് നമ്മൾ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ട്രാൻസ്ലേഷനിൽ 4 പോയിൻ്റാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് mRNAനെ പറ്റിയിട്ടാണ്. അപ്പോൾ mRNA ക്യാരീസ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം DNA. DNA എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് mRNA ആണ് കൊണ്ടുവരുന്നത്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് റൈബോസോംസിനെ പറ്റിയാണ്. റൈബോസോംസ് എന്താ ചെയ്യുക? mRNA കോഡിനെ റീഡ് ചെയ്യും. പിന്നെ മൂന്നാമത് നമുക്ക് പറയാനുള്ളത് tRNAനെ പറ്റിയിട്ടാണ്. tRNA എന്താ ചെയ്യുക? അതിന് ഈ mRNAക്ക് സ്പെസിഫിക് ആയിട്ടുള്ള mRNAക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത് ആരാണ്? tRNA ആണ്. പിന്നെ റൈബോസോമിനെ പറ്റി പറയാനുള്ളത്, റൈബോസോം എന്താ ചെയ്യുക? ഈ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകളെ ലിങ്ക് ചെയ്തിട്ട് എന്താ പ്രോട്ടീൻ ചെയിൻസ് ഉണ്ടാക്കും. ഓക്കെ, ടു മേക്ക് പ്രോട്ടീൻ. ഇനി ഇവിടെ ട്രാൻസ്ക്രിപ്ഷനെ ട്രാൻസ്ലേഷനെ 2 ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു, ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് mRNA ഫ്രം DNA. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? mRNA ഫോർമേഷൻ ആണ് അല്ലേ? അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. ട്രാൻസ്ലേഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഈ mRNAയിൽ നിന്നുള്ള പ്രോട്ടീൻ സിന്തസിസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഈ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് കൊണ്ടുവരുന്നത് mRNA ആണ്. അത് DNA-യിൽ നിന്നാണ് വന്നത്. DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ്റെ മൂന്നാമത്തെ പോയിന്റ്, ഇവിടെ റൈബോസോമിൻ്റെ ഹെൽപ്പ് ഉണ്ട്. ഈ റൈബോസോം എന്താ ചെയ്യുക? ഈ അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്തിട്ട് പ്രോട്ടീൻ ആക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് RNA ആണ്. RNA ടൈപ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ വെച്ച് ചോദിക്കാറുണ്ട്. ഈ ഫിഗറൊക്കെ എന്തായാലും ഒന്ന് നോക്കി വെക്കണേ. അതിൽ 3 ടൈപ്പ് ഓഫ് RNA ആണുള്ളത്. ഒന്ന് mRNA, 2 tRNA, rRNA. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. mRNA എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ RNA. mRNA ഫോർമേഷൻ എങ്ങനെയാണ്? ട്രാൻസ്ക്രിപ്ഷനിൽ കൂടെയാണ്. അതായത് ജീനിൽ നിന്നാണ് mRNA ഫോർമേഷൻ നടക്കുന്നത്. ഇതിലെന്താണ്? ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു റൈബോസോം where the protein synthesis begins. ഇവരെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? ഇവരെന്ത് ചെയ്യും? ജനറ്റിക് ഇൻഫോർമേഷൻസ് DNA എന്ന് ക്യാരി ചെയ്യും. എങ്ങോട്ട്? റൈബോസോമിലേക്ക് അല്ലേ? റൈബോസോമിൽ എത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. അതാണ് ഇവരുടെ ഫംഗ്ഷൻ പറയാനുള്ളത്. tRNA എന്താ ചെയ്യുന്നത്? tRNA ബ്രിങ്സ് സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ mRNA കോഡോൺസ്. mRNA കോഡോൺസ്, ഈ mRNA കോഡോൺസിന് അനുസരിച്ചിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ആര് കൊണ്ടുവരും? ഈ tRNA കൊണ്ടുവരും. എന്നിട്ട് അത് എവിടേക്കാണ് കൊണ്ടുവരുന്നത്? റൈബോസോംസിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലേ? അതായത് mRNAക്ക് മാച്ചിങ് ആയിട്ട്, ഈ mRNA കോഡോൺസിന് മാച്ചിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് കൊണ്ടുവരും. ആര്? ഈ tRNA. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. ബ്രിങ് സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം ആൻഡ് മാച്ചസ് ദം വിത്ത് ദ mRNA കോഡൺസ്. അടുത്തത് റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA, മേജർ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് റൈബോസോംസ്. ഈ റൈബോസോമിൻ്റെ സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്നത് rRNA ആണ്. ആൻഡ് കാറ്റലൈസ് ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോൺസ് ബിറ്റ്വീൻ അമിനോ ആസിഡ്സ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ഈ ലിങ്ക് ചെയ്യുന്നു പറഞ്ഞില്ലേ, ഈ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകളെ ലിങ്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ. അതായത് പെപ്റ്റൈഡ് ബോണ്ടുകൾ കൊണ്ടാണ് അവരെ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോൺസ് ബിറ്റ്വീൻ അമിനോ ആസിഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ അടുത്തത് ടെക്സ്റ്റിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സ്. സിമിലാരിറ്റീസ് എന്താണ്? ഹെറിഡിറ്ററി ആണ് അല്ലേ? ഡിഫറൻസസ് എന്താണ്? അതൊരു വേരിയേഷൻസ് ആണ്. ഓക്കെ, ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെറിഡിറ്ററി റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ് സ്പ്രിങ്.
ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ പാരൻസിൽ നിന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ കുട്ടികൾക്ക്, അതായത് ഓഫ് സ്പ്രിങ്ങിന് കിട്ടുക. ഓക്കെ. വേരിയേഷൻസ് എന്താ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓഫ് സ്പ്രിങ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ്. ഈ ഹെറിഡിറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓഫ് സ്പ്രിങ് കാണിക്കുന്ന ക്യാരക്ടേഴ്സിനാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയാം. ഓക്കെ. അത് വേരിയേഷൻസ് ആർ ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ് സ്പ്രിങ് ദാറ്റ് ഡിഫർ ഫ്രം ദിയർ പാരൻസ്. പാരൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ കുട്ടികൾ കാണിക്കുന്ന ക്യാരക്ടേഴ്സ്, അതിനാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയാം. ഞാൻ നല്ല ഷോർട്ടാക്കിയിട്ടാണ് നോട്ട്സൊക്കെ ഉണ്ടാക്കിയത്, കാര്യങ്ങൾ പറഞ്ഞു പോയതും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, വായിച്ച് റിവൈസ് ചെയ്യുക, ഒരുപാട് തവണ വായിക്കുക. അപ്പോൾ താങ്ക് യു. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പോർഷൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അതുവരേക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി വായിച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കി ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു പോർഷൻ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.